എന്റെ പേര് സിംഗ് എന്നാണ്. സിംഗ് എന്ന പേര് സിംഹത്തിനെ ഉണ്ടാവും. നിനക്കെത്ര ധൈര്യം ഉണ്ടായിട്ടാ സിംഗ് എന്ന പേര് നീ ഇട്ടിരിക്കുന്നത്? സിംഹവും മാനിന്റെ സൗഹൃദം. ഒരു കാട്ടിൽ സിംബ എന്ന പേരുള്ള സിംഹം താമസിച്ചിരുന്നു. സിംബ ഒരു ദിവസം അവന്റെ കാട്ടിൽ നടക്കുകയായിരുന്നു. അപ്പോഴേക്കും നല്ല മഴ പെയ്തു. ഈ മഴക്കാലത്ത് പെയ്യുന്ന മഴ എന്നെ ഒരുപാട് വിഷമിപ്പിക്കുന്നുണ്ട്. കാട്ടിലൊന്ന് കറങ്ങി നടക്കാൻ ആഗ്രഹിച്ചാ ഞാൻ. പക്ഷെ ഈ മഴ കാരണം എന്റെ മൂടെല്ലാം നശിച്ചു പോയിരിക്കുകയാണ്. അപ്പോഴാണ് സിംബ കാണുന്നത്, മരത്തിന്റെ അടിയിൽ ഒരു മാൻ നിൽക്കുന്നു. മഴയുടെ തണുപ്പ് കാരണം അവൻ വിറയ്ക്കുകയായിരുന്നു. സിംബ ഓടിപ്പോയി മാന്റെ അടുത്ത് പോയി പറഞ്ഞു, അല്ല, നീ ആരാ? നീ എന്റെ കാട്ടിലെ മാൻ അല്ലല്ലോ. മുമ്പിൽ സിംഹത്തെ കണ്ട് മാൻ പേടിച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ പേര് സിംഗ് എന്നാണ്. എന്റെ കാട്ടിലെ രാജാവ് പെട്ടെന്ന് അപ്രത്യക്ഷനായി. രാജാവിന്റെ അഭാവം മൂലം കാടിന്റെ സന്തുലിതാവസ്ഥ തകിടം മറിഞ്ഞിരിക്കുകയാണ്. എനിക്ക് എന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഇവിടേക്ക് വരേണ്ടി വന്നു. സിംബ മാൻ പറയുന്ന കാര്യമെല്ലാം കേട്ട് ദേഷ്യത്തോടെ അവനോട് പറഞ്ഞു, സിംഗ് എന്ന പേര് സിംഹത്തിനെ ഉണ്ടാവും. നിനക്കെത്ര ധൈര്യം ഉണ്ടായിട്ടാ സിംഗ് എന്ന പേര് നീ ഇട്ടിരിക്കുന്നത്? സിംബ പറയുന്ന കേട്ട് സിംഗ്മാൻ വിറച്ചുപോയി. അപ്പോഴേക്കും സിംബ ഒച്ചത്തിൽ ചിരിച്ചുകൊണ്ട് സിംഗ്മാനെ നോക്കി പറഞ്ഞു, എന്നെ കണ്ടിട്ട് പേടിക്കേണ്ട കാര്യമില്ല സുഹൃത്തേ. ഞാൻ മറ്റുള്ള സിംഹങ്ങളെ പോലെ അല്ല. അതൊക്കെ പോട്ടെ, നിന്റെ കാട്ടിലെ രാജാവ് ഇനി തിരിച്ചു വന്നില്ലെങ്കിൽ നിനക്ക് എൻ്റെ കാട്ടിൽ കഴിയാം. എൻ്റെ കൂടെ വരൂ. ഇന്നെൻ്റെ മൂഡ് വളരെ നല്ലതാണ്. സിംബ നേരെ സിംഗ്മാനെ കൊണ്ട് സ്വന്തം ഗുഹയിലോട്ട് കൊണ്ടുവന്നു. അതിനുശേഷം സിംഗ്മാൻ സിംഹത്തിന്റെ കൂടെ തന്നെ താമസിച്ചു. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ സിംബയുടെയും സിംഗിന്റെയും സൗഹൃദം കാട്ടിൽ മൊത്തം പാട്ടായി. ഒരു ദിവസം സിംഹവും സിംഗ്മാനും കാട്ടിലൂടെ നടക്കുകയായിരുന്നു. അപ്പോഴേക്കും അവിടെ ബില്ലു ചെന്നായ വന്നു. എന്നിട്ട് സിംഹത്തിനോട് പറഞ്ഞു, എന്തൊക്കെയുണ്ടോ മഹാരാജൻ? എനിക്ക് സുഖം തന്നെയാണ് ബില്ലു. നീ പറ, നീ ഇങ്ങോട്ടേക്കുള്ള വഴിയൊക്കെ എങ്ങനെ മറന്നു? മഹാരാജൻ, ഈ കാട്ടില് മൊത്തം അങ്ങയുടെയും മാനിന്റെയും സൗഹൃദത്തെ പറ്റിയാണ് സംസാരം. ഒരു സിംഹവും മാനും സുഹൃത്തുക്കളാകുന്നത് ചരിത്രത്തിൽ എവിടെയും പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങേക്ക് അറിയില്ലേ, മാനുമായുള്ള സൗഹൃദം അങ്ങയുടെ സ്ഥാനത്തിന് തന്നെ വെല്ലുവിളിയാവുമെന്ന്? എനിക്ക് ചരിത്രത്തെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല. എനിക്ക് ഇത്രമാത്രം അറിയാം, ഈ സിംഗ്മാൻ എന്റെ ഉറ്റ സുഹൃത്താണെന്ന്. നിനക്കിപ്പോ പോവാൻ ബില്ലു. ബില്ലു ദേഷ്യത്തോടെ അവിടെന്ന് പോയി. എന്നിട്ട് കൂട്ടുകാരൻ ടില്ലു ചെന്നായോട് പറഞ്ഞു, ആ വിഡ്ഢി സിംഹം സിംഹവർഗത്തിന്റെ തന്നെ പേര് നശിപ്പിക്കുകയാണ്. ഒരു പീറ മാനുമായുള്ള സൗഹൃദം, ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു? ഞാൻ പറയുന്നത്, ഈ കാര്യങ്ങളൊക്കെ പ്രചരിപ്പിച്ച് കാട്ടിലെ മൃഗങ്ങളെയെല്ലാം സിംഹത്തിനെതിരെ തിരിക്കണമെന്നാണ്. ടില്ലു ചെന്നായ പറഞ്ഞത് കേട്ട് ബില്ലു ചെന്നായ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നീ പറഞ്ഞത് ശരിയാ. എല്ലാത്തിനും ഉപരി ഇത് നമ്മുടെ കാടിന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. ടില്ലു ചെന്നായും ചിരിച്ചുകൊണ്ട് തന്നെ ബില്ലുവിനോട് പറഞ്ഞു, നീ പറഞ്ഞ ശരിയാ ബില്ലു. നമ്മുടെ രാജാവ് ഒരു പീറ മാനുമായി കറങ്ങുന്നത് നമ്മുടെ ചുറ്റുമുള്ള വനങ്ങളിലുള്ള സിംഹരാജാക്കന്മാരെ അറിയുമ്പോൾ അവരൊക്കെ നമ്മുടെ കാടിന് എന്ത് വിലയാ പിന്നെ തരുന്നത്? ടില്ലു ചെന്നായ ബില്ലുവിനോട് പതുക്കെ പറഞ്ഞു, ഇന്ന് തന്നെ കാട്ടിലെ എല്ലാ മൃഗങ്ങളെയും രഹസ്യമായി വിളിച്ചു വരുത്തണം. ഞാൻ അവരോട് സംസാരിച്ചോളാം. പിന്നെ ഈ വിഷയത്തെക്കുറിച്ച് സിംഹരാജന് ഒരു വാക്കുപോലും അറിയാൻ പാടില്ല. ടില്ലു ചെന്നായ ആരും അറിയാതെ കാട്ടിലെ എല്ലാ മൃഗങ്ങളെയും വിളിച്ചുകൂട്ടി. ബില്ലു ചെന്നായ എല്ലാ മൃഗങ്ങളെയും നോക്കി പറഞ്ഞു, കാട്ടുവാസികളെ, നിങ്ങൾക്കറിയാവുന്നതല്ലേ നമ്മുടെ രാജാവിന്റെ ബുദ്ധി മറഞ്ഞു പോയിരിക്കുകയാണെന്നുള്ളത്. അദ്ദേഹം ഒരു പീറമാനുമായി സൗഹൃദത്തിലാണ്. ഇത് നമ്മുടെ വനത്തിന് തന്നെ അപകടകരമാണ്. ബില്ലു ചെന്നായ പറഞ്ഞത് കേട്ട് ആന അമ്മാവൻ അവരോട് പറഞ്ഞു, കാട്ടിലെ രാജാവ് മാനിനോട് സൗഹൃദം കൂടുന്നു. അതിന് നിനക്കെന്താണ് പ്രശ്നം? നിങ്ങളുടെയൊക്കെ ചിന്തയ്ക്ക് എന്തു പറ്റി ആനമുത്തശ്ശ? ഒരു സിംഹം മാനുമായി എങ്ങനെ സൗഹൃദത്തിലാവും? ഒരു സിംഹത്തിന്റെ സ്വപ്നം സ്വന്തം വനത്തിലായിരിക്കണം. പക്ഷെ ഇതുപോലെയൊക്കെ സിംഹം ചെയ്തു കഴിഞ്ഞാൽ അതോടെ അവന്റെ സ്വപ്നം അവസാനിച്ചു എന്നാണ്. മറ്റുള്ള കാട്ടിലെ സിംഹങ്ങൾക്ക് ഈ കാട് ആക്രമിക്കാനുള്ള ഒരു അവസരം കൂടിയാണത്. ബില്ലു ചെന്നായ പറഞ്ഞത് കേട്ട് അവിടെ നിന്ന മീനു കുറുക്കൻ ആലോചിച്ച് എല്ലാരോടും പറഞ്ഞു, എന്നാ പിന്നെ നീ തന്നെ പറ, ഞങ്ങൾ ഇനി എന്താ ചെയ്യണ്ടേ? നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് എന്നെ പിന്തുണയ്ക്കുകയും എന്നെ രാജാവായി പ്രഖ്യാപിക്കുകയും ചെയ്യണം. ഞാനും സിംഹത്തിന് തുല്യനാണ്. ചെന്നായ്ക്കൾ സിംഹങ്ങളെ പോലെ മാരകവും അപകടകരവും ബുദ്ധിശക്തിയുള്ളവരുമാണ്. ബില്ലു ചെന്നായ പറഞ്ഞത് കാട്ടിലെ എല്ലാ മൃഗങ്ങൾക്കും മനസ്സിലായി. പക്ഷെ ആന അമ്മാവനെ ഒഴികെ. ആന അമ്മാവൻ ഓടിപ്പോയി സിംഹത്തിന്റെ അടുത്ത് പോയി
മഹാരാജൻ, അങ്ങ് ഇവിടെ നിന്ന് ഉടൻ തന്നെ പോകേണ്ടതാണ്. സിംഹ ആനാമ്മാവൻ പറഞ്ഞത് കേട്ട് ഞെട്ടിപ്പോയി. അതെന്താ അങ്ങനെ പറയുന്നത്? ഇതെന്റെ കാടാണ്. ഞാൻ എന്തിനാണ് എന്റെ കാട് വിട്ടു പോവേണ്ടത്? ആനാമ്മാവൻ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് സിംഹത്തിന്റെ അടുത്ത് പറഞ്ഞു. മഹാരാജൻ, ബില്ലു ചെന്നായ കാട്ടിലെ എല്ലാ മൃഗങ്ങളെയും അങ്ങേക്കെതിരെ തിരിച്ചിരിക്കുകയാണ്. അവർ കുറച്ചു സമയത്തിനുള്ളിൽ ഒറ്റക്കെട്ടായി ഇങ്ങോട്ടേക്ക് വരും. അവരോടെല്ലാവരോടുമായി ഏറ്റുമുട്ടാൻ അങ്ങേക്കാവില്ല. തൽക്കാലം ഇവിടെ നിന്ന് മാറി നിൽക്കുന്നത് അങ്ങേക്ക് നല്ലത്. ഇതെല്ലാം കേട്ട സിംഹമാന് സങ്കടമായി. അവന്റെ കൂട്ടുകാരൻ സിംബയോട് പറഞ്ഞു. ഇതെല്ലാം സംഭവിക്കുന്നത് ഞാൻ കാരണമാണല്ലേ? ഞാൻ അങ്ങയുടെ സുഹൃത്തായിരുന്നില്ലെങ്കിൽ ഇതെല്ലാം സംഭവിക്കുമായിരുന്നില്ല. അങ്ങ് കാട് വിട്ടു പോകേണ്ട ഒരാവശ്യവുമില്ല മഹാരാജൻ. ഞാൻ ഇപ്പൊ തന്നെ ഈ കാട് വിട്ടു പോവുകയാണ്. അരുത് സുഹൃത്തെ, ഞാൻ ഈ കാട്ടിലെ രാജാവാണ്. കാട്ടിലെ എല്ലാ മൃഗങ്ങളും ഒരുമിച്ച് നിന്നാൽ ശക്തരാവുമെന്ന് അറിയാം. പക്ഷേ മറ്റൊരു കാര്യമുണ്ട്. ഒരു സിംഹം തന്റെ അധികാരത്തിലിരിക്കുമ്പോൾ അതിനോളം വരില്ല മറ്റൊരു ശക്തിയും. എന്റെ കൂടെ വരൂ. സിംഹം ആന അമ്മാവനും കൂട്ടുകാരൻ സിംഹമാന്റെ കൂടെ അവിടേക്ക് എത്തും. അവിടെ എല്ലാ മൃഗങ്ങളും ടെല്ലും ബില്ലും ഉൾപ്പെടെ ഉണ്ടായിരുന്നു. സിംബ എല്ലാവരെയും നോക്കി പറഞ്ഞു. ഞാൻ ഈ സിംഹമാനുമായി സൗഹൃദത്തിൽ ഏർപ്പെടുന്നതിൽ നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടാണുള്ളത്? ഒരു സിംഹവും മാനും സൗഹൃദത്തിലാവാൻ പാടില്ലേ? സിംബ പറഞ്ഞത് കേട്ട് ബില്ലു ചെന്നായ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നിങ്ങൾ എന്തിനാ അവരോടൊക്കെ സംസാരിക്കുന്നത്? എന്നോട് സംസാരിക്കേ. ബില്ലു ചെന്നായ പറയണത് കേട്ട് സിംബയ്ക്ക് ദേഷ്യം വന്നിട്ട് പറഞ്ഞു. ഞാൻ എന്റെ കാട്ടിലെ എന്റെ പ്രജകളോടാണ് സംസാരിക്കുന്നത് ബില്ലു ചെന്നായേ, നിന്നോടല്ല സംസാരിക്കുന്നത്. ഞാൻ ഇവിടുത്തെ രാജാവാണ്. നിങ്ങളെ രാജാവാണെന്നല്ല, നിങ്ങളെ രാജാവായിരുന്നു. നിങ്ങൾക്കറിയില്ലായിരിക്കാം, ഈ കാട്ടിലെ മൃഗങ്ങളെല്ലാം എന്നെ രാജാവായി അവരോധിച്ചിരിക്കുകയാണ്. ബില്ലു ചെന്നായ പറയുന്നത് കേട്ട് സിംഹത്തിന് ദേഷ്യം കൂടി വന്നു. നീ ഇവിടുത്തെ കാര്യങ്ങളെ കുറിച്ച് എന്താണ് ചിന്തിച്ചിരിക്കുന്നത് ബില്ലു? നീ ഈ കാട്ടിലെ രാജാവാകുന്നതിന് മുൻപ് എന്നോട് യുദ്ധം ചെയ്യേണ്ടതുണ്ട്. സിംഹം ഇത്രേ പറഞ്ഞതേ ഉണ്ടായിരുന്നുള്ളൂ. സിംഹമാൻ സിംബയോട് പറഞ്ഞു. മഹാരാജൻ, അങ്ങ് ഒരിക്കലും ഈ ചെന്നായുമായി യുദ്ധം ചെയ്യേണ്ട ഒരു ആവശ്യകതയുമില്ല. ഈ ചെന്നായ്ക്ക് ഞാൻ മതിയാവും. ഞാൻ ഇവനോട് യുദ്ധം ചെയ്യാം. ഇത് കേട്ട് സിംഹവും എല്ലാവരും ശരിക്കും ഞെട്ടിപ്പോയി. ബില്ലു ചെന്നായ ചിരിച്ചുകൊണ്ട് സിംഹമാനെ നോക്കി പറഞ്ഞു. എന്റെ വളരെ മോശം ദിവസമാണല്ലോ ഇന്ന്. ഒരു മാനുമായിട്ടാണല്ലോ എനിക്ക് യുദ്ധം ചെയ്യേണ്ടത്. ഞാൻ നിന്നെ യുദ്ധത്തിന് വെല്ലുവിളിക്കുകയാണ്. യുദ്ധത്തിൽ ഞാൻ മരിക്കുകയാണെങ്കിൽ നിനക്കെന്റെ മാംസം കഴിക്കാവുന്നതാണ്. സിംഹമാനെ ഒരുപാട് തടയാൻ ശ്രമിച്ചു. പക്ഷെ സിംഹമാൻ വിസമ്മതിച്ചു. കുറച്ചേരം കഴിഞ്ഞപ്പോ സിംഹമാനും ബില്ലു ചെന്നായും തമ്മിലുള്ള യുദ്ധം തുടങ്ങിക്കഴിഞ്ഞു. യുദ്ധം കണ്ടുകൊണ്ടിരുന്ന എല്ലാ മൃഗങ്ങളും ഞെട്ടിത്തെറിച്ചു പോയി. സിംഹമാൻ വളരെ എളുപ്പത്തിൽ ബില്ലു ചെന്നായെ തോൽപ്പിച്ചു. ബില്ലു ചെന്നായ ദേഷ്യത്തോടെ പറഞ്ഞു. നീ വെറും സാധാരണ മാനല്ലേ, എന്നിട്ടും നിനക്ക് ഇത്ര ശക്തി എവിടെ നിന്ന് കിട്ടി? ബില്ലു ചെന്നായ ഇത്രേ പറഞ്ഞതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും നിറങ്ങളുള്ള കിരണങ്ങൾ വന്ന് സിംഹമാൻ ഒരു സിംഹമായി മാറി. ഇത് കണ്ട് എല്ലാരും വീണ്ടും ഞെട്ടിപ്പോയിരുന്നു. അല്ല, ഇതെന്ത് അത്ഭുതമാണ്! നീ എങ്ങനെ ഒരു സിംഹമായി മാറി? അപ്പോഴേക്കും നിറങ്ങളുള്ള കിരണങ്ങൾ വന്ന് ഒരു സാധു പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് സിംബയോട് പറഞ്ഞു. നിന്റെ സുഹൃത്തായ മാൻ ഒരു സിംഹമായിരുന്നു സിംബ. എന്റെ ശാപം കാരണമാണ് മാനായത്. അവൻ സിംഹമായിരുന്നപ്പോൾ നിരപരാധിയും ദുർബലരുമായ മൃഗങ്ങളെ കൊല്ലാറുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അവനെ ശപിച്ച് ഒരു ദുർബലനായ മൃഗമായി മാറ്റിയത്. അപ്പോഴേ അവൻ അറിയാൻ കഴിയും ഒരു ദുർബല മൃഗത്തിന്റെ വികാരം എന്താണെന്നുള്ളത്. ഒരു മാനായതിനു ശേഷം അവൻ കരയാൻ തുടങ്ങി. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മാനിന്റെ രൂപത്തിൽ നിന്ന് ശക്തനായൊരു എതിരാളിയുമായി ഏറ്റുമുട്ടിക്കഴിയുമ്പോൾ നിനക്ക് നിന്റെ യഥാർത്ഥ രൂപം തിരിച്ചു കിട്ടുമെന്ന്. ഇത്രയും പറഞ്ഞുകൊണ്ട് സാധു അവിടുന്ന് അപ്രത്യക്ഷമായി. സിംബ മറ്റേ സിംഹത്തിനെ നോക്കി പറഞ്ഞു. ഇപ്പൊ എനിക്ക് മനസ്സിലായി നീ എന്തുകൊണ്ടാണ് സിംഗ് മാൻ എന്ന് പേരിട്ടതെന്ന്. കാരണം യഥാർത്ഥത്തിൽ നീ സിംഗ് തന്നെയാണല്ലോ. മാത്രമല്ല, നീ അന്ന് എന്നോട് പറഞ്ഞ കാടിന്റെ കാര്യം അവിടുത്തെ രാജാവ് നീ തന്നെയായിരുന്നല്ലേ? മറ്റേ സിംഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നീ പറഞ്ഞത് വളരെ ശരിയാണ്. ഞാനിപ്പോൾ എന്റെ കാട്ടിലേക്ക് പോവുകയാണ്. എങ്കിലും നമ്മൾ തമ്മിലുള്ള സൗഹൃദം ഭദ്രമായി നിലനിൽക്കും. സിംഹം അവന്റെ കാട്ടിലേക്ക് പോയി. സിംഹം ടില്ലു ചെന്നായും ബില്ലു ചെന്നായും അടിച്ചോടിച്ചു ആ കാട്ടീന്ന്. അങ്ങ് പറഞ്ഞ ജോലി തീർത്തിരിക്കുന്നു. എനിക്കിനി പുതിയൊരു ജോലി തരൂ. അയ്യോ, ഇത് വല്ലാത്ത ബുദ്ധിമുട്ടായല്ലോ. ജോലി തരൂ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ ഇടിച്ച് ചമ്മന്തിയാക്കും. അല്ല, വേണ്ട, എന്റെ കയ്യിൽ ജോലിയുണ്ട്, ഒരുപാട് ജോലിയുണ്ട്. കേക്കൂ,
ബിരുദുള്ള ചെന്നായയും പിന്നെ മടിയനായ കുറുക്കനും. ഒരു കാട്ടിൽ ചെന്നായും ചെന്നായയുടെ ഭർത്താവായ കുറുക്കനും താമസിച്ചിരുന്നു. ചെന്നായാണെങ്കിൽ ബിരുദുള്ളതും നല്ല കൂർമ്മ ബുദ്ധിയുള്ള ഒരാളായിരുന്നു. എന്നാൽ നമ്മുടെ കുറുക്കനാണെങ്കിൽ ഒന്ന് നേരെ തിരിച്ച്. അതേന്നേ, ഒന്ന് എണീറ്റ്, നിങ്ങൾ എത്ര നേരമായി ഉറങ്ങുന്നു? അവൾ അവനെ അലക്കിക്കൊണ്ടേയിരുന്നു. പക്ഷെ എന്ത് ചെയ്തിട്ട് അവൻ എണീറ്റില്ല. അതേ, നമുക്ക് ആഹാരം നോക്കാനും പോവണ്ടേ പുറത്തോട്ട്? നിങ്ങളൊന്ന് എണീക്കാത്ത എന്താ? നീ എന്താണ് പറയുന്നത്? അവൻ എണീറ്റപടിയെ ശ്വാസം മുട്ടി പറഞ്ഞു, എനിക്ക് വിശ്രമം വളരെ അത്യാവശ്യമാണ്. കണ്ടില്ലേ ഞാൻ എത്ര ക്ഷീണിതനാണെന്ന്? സത്യമാണ് ഞാൻ പറയുന്നത്. പക്ഷെ നിങ്ങൾ കുറെ മണിക്കൂറായിട്ട് ഉറങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ, പിന്നെ എങ്ങനത്തെ തളർച്ചയാണ്? ഉറങ്ങിയിരുന്നു. എന്നാൽ ഞാൻ കണ്ട സ്വപ്നത്തിൽ ഞാൻ തുടർച്ചയായി 2 മണിക്കൂർ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവൻ വീണ്ടും കണ്ണടച്ച് വിശ്രമിക്കാൻ തുടങ്ങി. ചെന്നായാണെങ്കിൽ ഒറ്റയ്ക്ക് തന്നെ വേട്ടയാടാൻ വേണ്ടി പുറത്തോട്ട് പോയി. വൈകുന്നേരം ആയപ്പോ അവള് തിരിച്ചു വന്നപ്പോൾ ഇപ്പോഴും അവൻ ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതെ, ഇപ്പോഴെങ്കിലും ഒന്ന് എണീക്കോ, ഇനി ഉറങ്ങിക്കൊണ്ടിരിക്കാനുള്ള പരിപാടിയാണോ? കുറുക്കന്റെ മൂക്കില് മാംസത്തിന്റെ മണം വന്നപ്പോ തന്നെ ഉണ്ടല്ലോ, അവൻ ഞെട്ടി അങ്ങ് എണീറ്റു. തരൂ തരൂ, എവിടെയാണ് ഭക്ഷണം? പെട്ടെന്ന് തരൂ. ഇത് കേട്ടതോടെ ചെന്നായ വലിയൊരു കഷ്ണം മാംസം എടുത്ത് അവിടെ എറിഞ്ഞു കൊടുത്തു. അതവള് വേട്ടയാടി കൊണ്ടുവന്നതായിരുന്നു. രണ്ടുപേരും അത് സന്തോഷത്തോടെ കഴിക്കാൻ തുടങ്ങി. വാ, എന്ത് നല്ല രുചിയുണ്ടെന്നോ, നല്ല രസം. ആഹാരം കഴിച്ചു കഴിഞ്ഞപ്പോ തന്നെ നമ്മുടെ ചെന്നായ പറഞ്ഞു, വരൂ ഇനി കുറച്ചേരം നടക്കുന്നേ, രാവിലെ തൊട്ട് നിങ്ങൾ ഉറങ്ങുകയാണ്. അയ്യോ, നീ കണ്ടില്ലേ ഞാൻ എത്രത്തോളം മാംസം കഴിച്ചെന്ന്? ഇത്രയും കഴിക്കാൻ എന്ത് കഷ്ടപ്പാടാണെന്നോ. ഞാൻ വളരെ ക്ഷീണിതനാണ്. എനിക്കിപ്പോൾ വിശ്രമം അത്യാവശ്യമാണ്. ഇത് പറഞ്ഞുകൊണ്ട് അവൻ വീണ്ടും ഇറങ്ങി. എന്റെ ദൈവമേ, ഇത് എങ്ങനത്തെ കെട്ടിയനോ എനിക്ക് കിട്ടിയത്? ജോലി ചെയ്യുന്നത് പോയിട്ടൊന്ന് എണീക്കുന്നത് പോലുമില്ല. എന്റെ തലയെഴുത്തെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അടുത്ത ദിവസം രാവിലെ അവർ രണ്ടുപേരും കിടന്നുറങ്ങുകയായിരുന്നു. അപ്പോൾ അവിടെ ഒരു കുരങ്ങൻ സ്വാമി അവരുടെ വീട്ടിലോട്ട് വന്നു. ഭിക്ഷ തരൂ ദേവി, എനിക്ക് ഭിക്ഷ തരൂ. അദ്ദേഹത്തിന്റെ ശബ്ദം കേട്ടപ്പോ തന്നെ രണ്ടുപേരും ഉറക്കത്തിൽ നിന്ന് എണീറ്റു. നിങ്ങളെ കണ്ടിട്ട് വലിയ മഹാസ്വാമിയെന്ന് തോന്നുള്ളൂ. വരൂ, അകത്തോട്ട് വരൂ സ്വാമി, നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ചെന്നായ കൊരങ്ങൻ സ്വാമിനെ വീട്ടിലോട്ട് ക്ഷണിച്ചു. അദ്ദേഹത്തെ ഇരുത്തിയിട്ട് പുള്ളിക്കാരി പറഞ്ഞു, സ്വാമി ഇവിടെ തന്നെ ഇരിക്കണേ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ആഹാരം നോക്കിയിട്ട് വരാമേ. ഇത് പറഞ്ഞിട്ട് ചെന്നായ അവിടെ നിന്ന് അങ്ങ് പോയി. കുറുക്കനാണെങ്കിൽ അവിടെ ഇരുന്ന് നമ്മുടെ ഈ സ്വാമിയോട് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ചെന്നായ പഴം, മാങ്ങ, മുന്തിരിങ്ങ എല്ലാം കൊണ്ടുവന്നു. ഇത് നോക്കൂ കുരങ്ങൻ സ്വാമി, ഈ ഫലങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. തീർച്ചയായും മോളെ, എനിക്ക് നല്ല ഇഷ്ടമാണ്. ഇത് പറഞ്ഞിട്ട് നമ്മുടെ കൊരങ്ങൻ സ്വാമി ഫലങ്ങളൊക്കെ കഴിച്ചുകൊണ്ടിരുന്നു. കൊരങ്ങനാണെങ്കിൽ കൊതിയോടെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. ആഹാരം കഴിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളി എണീറ്റ് നിന്ന് പറഞ്ഞു, വളരെ നല്ല ഭക്ഷണമായിരുന്നു മോളെ. എന്റെ പ്രാർത്ഥനകളിൽ ഞാൻ തീർച്ചയായും മോളെ ഓർക്കുന്നതാണ്. ഞാനിപ്പോൾ പോവുകയാണ്. അതെ അതെ, അങ്ങനെ പോലെ ഗുരുജി, അങ്ങൊരു സിദ്ധനല്ലേ. ഞങ്ങൾക്ക് എന്തെങ്കിലും തന്നിട്ട് അങ്ങ് പൊക്കോളൂ. ഞങ്ങൾക്കൊരു നല്ല വരം തരൂ. തീർച്ചയായും, പറഞ്ഞോളൂ, എന്തു വരമാണ് വേണ്ടത്? ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് ജീവിതകാലം മുഴുവനും ജോലി എടുക്കാതെ കഴിയണം. അത് മതി. വീട്ടിൽ സുഖമായിരുന്നു ഭക്ഷണം കഴിക്കണം. ഭക്ഷണത്തിന് ഒരു കുറവും വരരുത്. തീർച്ചയായും മോനെ, ഞാൻ നിനക്ക് വരം നൽകുകയാണ്. നിന്റെ ഈ ആഗ്രഹങ്ങൾ ഉടൻ തന്നെ നിറവേറുന്നതാണ്. ഞാൻ പോകട്ടെ. ഇത് പറഞ്ഞിട്ട് നമ്മുടെ കൊരങ്ങൻ സ്വാമി അവിടെ നിന്ന് പോയി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവിടെ പുക പോലെ എന്തൊക്കെ വരാൻ തുടങ്ങി. പെട്ടെന്ന് തന്നെ അവിടെ പേടിപ്പിക്കുന്ന ഒരു കരടി അവിടെ പ്രത്യക്ഷപ്പെട്ടു. രക്ഷിക്കണേ, യമരാജനിതാ വന്നിരിക്കുന്നു. ഞാൻ യമരാജനല്ല, ഞാൻ കുരങ്ങുമുനിയുടെ വരദാനം നിറവേറ്റിത്തരാൻ വന്നതാണ്. ഇന്ന് നിങ്ങൾ ഒരു ജോലിയും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വേണ്ടി എല്ലാ ജോലികളും ഞാൻ ചെയ്തോളാം. അത് കൊള്ളാലോ, ഇനി നല്ല രസമായിരിക്കും. പക്ഷേ ഒരു നിബന്ധനയുണ്ട്. ഒരു ജോലി തീരുമ്പോൾ തന്നെ നിങ്ങൾ എനിക്ക് അടുത്ത ജോലി ഏൽപ്പിച്ചു തരേണ്ടതാണ്. ഇനിയെങ്ങാനും നിങ്ങൾക്കെനിക്ക് ജോലി തരാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ നിങ്ങളെ ഇടിച്ച് പപ്പടമാക്കും. അതെ, നിങ്ങളിത് കേൾക്കുന്നുണ്ടോ? ഇത് നമുക്ക് പണിയാവും കേട്ടോ. നീയൊന്ന് ചുമ്മാതിരുന്നേ, ഞാൻ കൂടെ അവനെ കൊണ്ട് ജോലി ചെയ്യിച്ചുകൊണ്ടിരിക്കും. ഇത് പറഞ്ഞിട്ട് കുറുക്കൻ കരടിയോട് പറഞ്ഞു, ചെന്ന് എനിക്ക് വേണ്ടി സിംഹത്തിന്റെ മാംസം കൊണ്ടുവാ. വളരെ പുതിയതായിരിക്കണം. ഇത് കേട്ടതോടെ അവൻ അവിടുന്ന് പ്രത്യക്ഷമായി.
കുറച്ചു നേരം കഴിഞ്ഞപ്പോ തന്നെ സിംഹത്തിന്റെ ഒരുപാട് മാംസങ്ങൾ കൊണ്ടുവന്നു. കൊള്ളാലോ, പുതിയ മാംസം കഴിച്ചതിന്റെ രുചി പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇത് കഴിക്കുന്നതിന് മുമ്പ് എനിക്ക് മറ്റെന്തെങ്കിലും ജോലി തരൂ, അല്ലെങ്കിൽ എന്താ സംഭവിക്കാന്ന് നിങ്ങൾക്കറിയില്ലേ? അതെ, ഞാൻ പറയാം. ഒരു കാര്യം ചെയ്യേ. ഈ കാട്ടിൽ എനിക്ക് 3 ശത്രുക്കളുണ്ട്. ആനയും മാനും പിന്നെ ഹൈനയും. നീ പോയി അവരെ എല്ലാവരെയും വേദനിപ്പിക്ക്. അപ്പൊ അവരവരുടെ മുത്തശ്ശിയെ ഓർത്തോളും. ഇത് കേട്ടതോടെ രാക്ഷസനായ കരടി അവിടുന്ന് അപ്രത്യക്ഷമായി. ചെന്നായയും കുറുക്കനും കൂടെ മാംസം കഴിക്കുന്നതിൽ തിരക്കിലായി. അവരിപ്പോ പാതി മാംസമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ആ രാക്ഷസൻ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. അങ്ങ് പറഞ്ഞ ജോലി തീർത്തിരിക്കുന്നു. എനിക്കിനി പുതിയൊരു ജോലി തരൂ. അയ്യോ, ഇത് വല്ലാത്ത ബുദ്ധിമുട്ടായല്ലോ. ജോലി തരൂ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ ഇടിച്ച് ചമ്മന്തിയാക്കും. അല്ല, വേണ്ട, എന്റെ കയ്യിൽ ജോലിയുണ്ട്, ഒരുപാട് ജോലിയുണ്ട്, കേക്കൂ. കുറുക്കനാണെങ്കിൽ ആവശ്യമില്ലാത്ത ജോലികൾ അവന് കൊടുക്കാൻ തുടങ്ങി. ആ കാട് മുഴുവൻ വൃത്തിയാക്കിപ്പിച്ചു. തടസ്സമുണ്ടായിരുന്ന മരങ്ങളെ വരെ അവിടുന്ന് വെട്ടിമുറിപ്പിച്ചു. വെള്ളത്തിലുണ്ടായിരുന്ന അഴുക്ക് വരെ വറ്റിച്ചു. ഇത് കൂടാണ്ട് ഒരുപാട് ജോലികൾ അവന് കൊടുത്തുകൊണ്ടേയിരുന്നു. അയ്യോ, ഞാനിത് എന്ത് കഷ്ടത്തിലാ പെട്ടിരിക്കുന്നത്. ഞാൻ അവനെ ഗുഹ വൃത്തിയാക്കാൻ വേണ്ടി അയച്ചിരിക്കുക. അത് കഴിഞ്ഞാൽ അവൻ ഉടനെ തിരിച്ചു വരും. പിന്നെ അവന് കൊടുക്കാൻ എന്റെ കയ്യിൽ ഒരു ജോലിയില്ല. മിക്കവാറും ഞാൻ ഇന്ന് അവന്റെ തല്ല് കൊള്ളേണ്ടി വരും. ഞാനിനി അവന് ജോലി കൊടുത്തില്ലെങ്കിൽ അവൻ എന്നെ തല്ലി പഴുപ്പിക്കും. ഇതെല്ലാം പ്രശ്നം പറ്റിയത് നിങ്ങളുടെ ഈ മടി കാരണം തന്നെയാ. പാവമ്മ കുരങ്ങൻ സ്വാമി നമ്മുടെ വീട്ടിലോട്ട് വന്നത് ഇത്തിരി ആഹാരത്തിന് വേണ്ടിയാ. നിങ്ങൾ മനഃപൂർവ്വമാണ് അങ്ങേരിൽ നിന്ന് പിടിച്ചു വാങ്ങി ഈ വരം മേടിച്ചത്. അയ്യോ, എനിക്ക് എന്റെ തെറ്റ് മനസ്സിലായെന്നേ. അവൻ എന്നെ തല്ലും. ഞാൻ ചാവുന്നത് വരെ അവൻ ഇനി വിശ്രമം ഉണ്ടാവില്ല. നിങ്ങൾ എനിക്ക് ഇനി വാക്ക് തരണം. ഇനി മേലാൽ നിങ്ങൾ ഇങ്ങനെ മടിയനായിട്ട് ഇരിക്കില്ല എന്ന്. എന്നും കഷ്ടപ്പെട്ട് തന്നെ നിങ്ങൾ വേട്ടയാടാൻ വരുന്നു. രാത്രി മാത്രമേ നിങ്ങൾ ഇനി ഉറങ്ങാൻ പാടുള്ളൂ. ഞാൻ എന്തായാലും നിനക്ക് വാക്ക് തരുന്നു. പക്ഷെ അതുകൊണ്ട് ഇനി എന്താ പ്രയോജനം? അവൻ തിരിച്ചു വന്നാലുടൻ എന്നെ തല്ലാൻ തുടങ്ങും. ജീവൻ ബാക്കിയില്ലെങ്കിൽ പിന്നെ എന്ത് വാഗ്ദാനമാണ്? അതിന്റെ കാര്യം നിങ്ങൾ ആലോചിച്ചെന്തായാലും ഇരിക്കണ്ട. ഇന്ന് ഞാൻ അവന് ജോലി കൊടുക്കാം. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ രാക്ഷസൻ കരടി അവിടെ പ്രത്യക്ഷപ്പെട്ടു. ഗുഹ വൃത്തിയാക്കുന്ന ജോലി പൂർത്തിയാക്കി. ഇനി പറയൂ, എന്റെ അടുത്ത ജോലി എന്താണ്? ഇപ്രാവശ്യം ഞാൻ നിനക്ക് ജോലി തരാം കേട്ടോ. ശ്രദ്ധിച്ച് കേൾക്കണേ. നമ്മുടെ ഈ കാടിന്റെ അകത്തോ ഒരു വലിയ നദിയുണ്ട്. അതിന്റെ അകത്ത് എത്ര മീനുണ്ടെന്ന് നീ എണ്ണി ഞങ്ങളുടെ അടുത്ത് പറയണം. ദൈവമേ, മീനിനെ എണ്ണാനോ? അതെ, പെട്ടെന്നാവട്ടെ, പോയി ജോലി തുടങ്ങ്. എണ്ണുന്ന കാര്യത്തിൽ ഒരു തെറ്റും പാടില്ലെന്ന് എനിക്ക് നിർബന്ധമാണ്. ശരി, ഞാൻ പോയിട്ട് വരാം. ഇത് പറഞ്ഞിട്ട് നമ്മുടെ രാക്ഷസനായ കരടി അവിടുന്ന് അപ്രത്യക്ഷമായി. നിനക്ക് ഉറപ്പുണ്ടോ അവൻ ഈ ജോലി പൂർത്തിയാക്കില്ലെന്നുള്ളത്? ഉറപ്പല്ലേ, അത് അവനെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല. രാക്ഷസനായ കരടി നദിയിലിറങ്ങി മീനുകളുടെ എണ്ണം നോക്കാൻ തുടങ്ങി. മീനുകളാണെങ്കിലോ അവിടെ നിന്ന് ഇങ്ങോട്ട് ചാടാനും തുടങ്ങി. ചില മീനുകളെ കാണുമ്പോൾ ഒരുപോലെ തോന്നുകയും ചെയ്യും. അയ്യോ, ഈ ജോലി വളരെ ബുദ്ധിമുട്ടാണല്ലോ. പക്ഷെ എന്തു ചെയ്യാം, ചെയ്തല്ലേ പറ്റൂ. അങ്ങനെ പറഞ്ഞതുകൊണ്ട് അവൻ ആ മീൻ എണ്ണുന്ന ജോലി അങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. ഇപ്പുറത്താണെങ്കിൽ നമ്മുടെ കുറുക്കന്റെ സ്വഭാവം മാറിത്തുടങ്ങി. അവൻ അവന്റെ മടിയനായ സ്വഭാവം മാറ്റി. ചെന്നായ ജോലി ചെയ്തോണ്ടിരുന്ന പോലെ തന്നെ അവനും ജോലി ചെയ്യാൻ തുടങ്ങി. രാക്ഷസൻ കരടിയാണെങ്കിൽ ഇപ്പോഴും നദിയിൽ തന്നെ മീനുകളുടെ എണ്ണം നോക്കിക്കൊണ്ട് തന്നെ ഇരുന്നു. പക്ഷെ അവൻ ഒരിക്കലും അതിൽ വിജയിക്കാൻ പറ്റത്തില്ല.